ഞാൻ നോക്കി അപ്പൊ നമ്മളെല്ലാരും എത്തിയില്ലേ? നമുക്ക് യോഗം തുടങ്ങിയാലോ അല്ലേ? നോക്കല്ലേ എന്നാ അല്ല ഇപ്രാവശ്യം ഇപ്പൊ നിങ്ങൾ ആരാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങളൊരു ഇതുണ്ടാവുമല്ലോ, ആരാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്? പുതിയൊരാള് അതിനെ ആ ഒരു പുതിയൊരാളത്തിന് നമ്മൾ കണ്ടെത്താൻ ഒന്നും പറയില്ലല്ലോ. ഇപ്പൊ നമ്മളിവിടെ കൂടിയിരിക്കണത് നമ്മുടെ വാർഡിലെ ഒരു സ്ഥാനാർത്ഥിനെ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ തവണ ഇവിടെ ജയിച്ച ഇത് വേണോ, ഇതൊരു പുതുമുഖത്തിന് വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അസറപ്പ് ഗംഭീര വിജയമായിട്ട് കഴിഞ്ഞ തവണ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിജയം. അപ്പൊ ഇനി പുതിയത് വേണോ? ഈ സ്ഥാനാർത്ഥി ഉന്നതത്തിനൊരു പരിധിയുണ്ട്, സമയപരിധി ഉണ്ട്. അപ്പൊ നമ്മളെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അഭിപ്രായം പറഞ്ഞു വന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാര്യം ഇപ്പം എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് അസറപ്പിനെ തന്നെ നിർത്തുകയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ പ്രാവശ്യം അസറപ്പിനെ നമ്മൾ നിർത്തി നല്ല ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ചു. ഇപ്രാവശ്യവും അസറപ്പിനെ നിർത്തുകയാണെങ്കിൽ നമുക്ക് അവാർഡ് നഷ്ടപ്പെടില്ല. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് അസറപ്പിനെ നിർത്തുകയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അസറപ്പ് വെക്കുന്നതിന് അനുകൂലം ഉണ്ടോ? വാർഡ് നഷ്ടപ്പെടാൻ പാടില്ല, നാട് നിലനിൽക്കുന്ന അസറപ്പ് വാർഡ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. എല്ലാരും പറയട്ടെ, എല്ലാരും പറഞ്ഞോളൂ. എല്ലാരും അഭിപ്രായം പറയട്ടെ. ലോകത്തില് എല്ലാരും അഭിപ്രായം പറയണം. പറ്റൂല അസർഫിനെ ഇവിടെ പറ്റൂല. പിന്നെ പുതിയ പുതിയ ആൾക്കാർ വരട്ടെ, എന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? അസർഫ് ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. സംഭവങ്ങൾക്ക് നല്ല ആൾക്കാരാക്കാൻ, പക്ഷെ ഇനി പുതിയ പുതിയ ആൾക്കാർ ഇവിടെ വരണം. അതിന് പിന്താങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ താങ്ങിക്കോളി, അതേ വേണ്ട. അല്ലെങ്കിൽ ഞാൻ കഴിയുമ്പോ അല്ല ഈ അസർഫിനെ നിർത്തുന്നതിനേക്കാൻ അല്ലെങ്കിൽ നമ്മളെ സൈതരിയാക്കാനെ നിർത്തിക്കൂടെ? അതാവുമ്പോ എല്ലാ പൈസയുണ്ട്, കാറുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും അറിഞ്ഞു. ഇത് അസർഫിനെ നിർത്തിയിട്ട് എന്താ കാര്യം? ഇനിയിപ്പോൾ അസർഫ് വേണ്ട, നമുക്ക് സൈതരിയാക്കാനെ നിർത്താനുള്ള എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക്? സൈതരിയാക്കാൻ എന്താ കുഴപ്പമില്ലല്ലോ. സൈതരിനെ നിർത്തുകയാണെങ്കിൽ മൂപ്പരൊക്കെ നൽകിയ എല്ലാ കാര്യങ്ങളും കിട്ടും. പിന്നെ അതുമല്ല, 10 ഉറുപ്പിക ഉപകാരം ഉണ്ടെങ്കിൽ മൂപ്പരേക്ക് കൊടുപ്പോൾ 10 ഉറുപ്പിക മൂപ്പരേക്കാണ് എല്ലാ കാര്യത്തിലും. ശരിയാ, അങ്ങ് സൈതൽവാക്കാനെ പിന്താങ്ങാം അല്ലേ? ചങ്ങായി ഒരു സ്ഥാനാർത്ഥി നിർത്തുമ്പോ കാറോ പൈസ അതല്ലേ നമ്മള് നാട്ടിൽ നിലവിലുള്ള ആളുകൾ കുറിച്ച് വാർഡ് നിലനിർത്താൻ പറ്റുള്ളൂ. വാർഡാണ് ആദ്യം നിലനിർത്തുന്നത്. കാരണം ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. എന്റെ അഭിപ്രായം പറഞ്ഞത് നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങളെ അഭിപ്രായം ആയിക്കോട്ടെ, പക്ഷെ പൈസ അല്ല വലുത്, ഒരു വ്യക്തിത്വം വലുത്. ശ്രദ്ധിക്കണം നിങ്ങള്. സ്വത്തും പണവും കാറും ഭൂമിയും നല്ല വലുത്, വ്യക്തിത്വമാണ് നമ്മളോട് നോക്കുക. വാർഡിന്റെ പണി വെക്കാൻ കഴിയുന്നത് അതൊന്നല്ല ഇവിടെ വേണ്ടത്. ഇവിടെ നിങ്ങൾ സൈഡിലാക്കാനും നിർത്തണില്ലെങ്കിൽ ഞാനിതിന് ഇറങ്ങി പോവാം. ഇത് പോവാൻ നമുക്ക് പോവാം. നിങ്ങൾ എന്താ കണ്ടുകൂട്ടിക്കോളൂ. പോലെ പോലെ ഞാൻ മുസ്ത പറഞ്ഞത് ഞാൻ എല്ലാരും സൈതലിന് എന്ന് പറയും പൈസ ഇതൊക്കെ. അത്രക്കും നല്ല വാർഡ് തിരിച്ച് നമ്മൾ കിട്ടും. നമുക്ക് മെയിന് ആളല്ല മുഖ്യം, വാർഡാണ്. വാർഡ് പിടിക്കണം. വാർഡ് നിൽക്കണം എന്നുണ്ടെങ്കിൽ അസർപ്പിനെ നമ്മൾ എവിടെ പോയാലും പൊക്കുക. ഓനിപ്പോ കാണില്ലല്ലോ, കിട്ടൂല. നമുക്ക് പോയി ഓനെ തട്ടിട്ട് ഇങ്ങോട്ട് വരും. അല്ല പടച്ചോൻ, ഈ മാരണങ്ങൾ ഇവിടെ എത്തിയപ്പോ എല്ലാത്തിനും വണ്ടിമേലെ ഞാൻ 5 കൊല്ലം ജനങ്ങളെ സേവിച്ചിട്ടേ എനിക്ക് മടുത്തുകൂടും. ഇനി രാഷ്ട്രീയത്തേക്ക് ഞാനില്ല. ഞാൻ നിനക്കല്ല 5 വർഷം എത്ര സർവീസ് ബാങ്കില് 3 ലക്ഷം റുപ്യ കടത്തിലെന്ന് ഞാൻ ഈ ജനങ്ങളെ സേവിച്ചിട്ട് 5 കൊല്ലത്തോളം. നിനക്ക് വല്ലതറിയോ? ഈ വാടി നമുക്ക് വേണ്ട.
കൂടെ കഴിയിടങ്ങൾ വേറെ ആരെങ്കിലും നോക്കി എനിക്ക് വയ്യാത്തോണ്ടാണ്. വാർഡ് പോകും, അതുകൊണ്ടാണ് എന്നോട് ഞങ്ങൾ നിർത്താൻ പറയുന്നത്. നിങ്ങൾക്ക് വേറെ ആൾക്കാരെ കിട്ടൂലേ? വാർഡ് നഷ്ടപ്പെടുകയാണ്. നമുക്ക് മെയിൻ എന്താ, നമ്മളെ വാർഡ് പിടിക്കണം, അത്രയുള്ള നമ്മളെ ആവശ്യം. എന്ത് പറഞ്ഞാലും എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അന്നെ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അണക്കാരിയോ മുരളിയെ, എത്ര ജനങ്ങൾക്ക് എന്ത് നല്ല കാര്യം ചെയ്താലും എന്തെങ്കിലും ഒന്ന് നമ്മൾ വേണ്ടാത്ത ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനില്ല പരാതി. അണക്കറിയില്ലേ, ഓരോ മാസം ആ വീട്ടിൽ കുടിയിരിക്കല്, അപ്പുറത്തെ വീട്ടിലെ താത്താന്റെ കല്യാണം, ഇപ്പുറത്തെ വീട്ടിൽ മുടി അളിച്ചല്, ഇതൊക്കെ ഒരു മെമ്പർ ആവുമ്പോൾ ആ മെമ്പറോട് പറയും, എങ്ങനെയുള്ള ഒരു പാവപ്പെട്ട കുടിയിൽ കല്യാണം പെണ്ണിനെ കെട്ടിക്കുമ്പോൾ 1000 ഉറുപ്പ്യയിലും കൊടുക്കാതിരിക്കുക എങ്ങനെ മുരളിയെ പറ്റുക? ആകെ എനിക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്? 8000 9000 ഉറുപ്പ്യ എനിക്ക് ആകെ കിട്ടുന്ന ശമ്പളം. അത് കഴിഞ്ഞിട്ട് അത് ഈ നാട്ടുകാര് സേവിച്ചിട്ട് 3 ലക്ഷം ഉറുപ്പ്യോളം കടത്തിലാ ഞാൻ. ഈ പ്രാവശ്യം നിങ്ങൾ വേറെ ആരെയും നോക്കി മുരളി, നിങ്ങൾ പോയി ഒരു വാർഡായാലും നിങ്ങൾ വേറെ ആരെയും നോക്കി മുരളി. പൈസക്കാരുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് ജനങ്ങൾ സേവിക്കുന്ന ഒരാളുമാണ്, അത്രേ ഉള്ളൂ. അന്നെ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കണം, ഇതിനെ നിൽക്കുമാണ്. ഇപ്രാവശ്യം പറഞ്ഞ 2-3 വട്ടങ്ങൾ മീറ്റിംഗ് കൂടിയില്ലേ, അതിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഓലെ നിർത്താൻ നോക്കി. ദയവ് ചെയ്ത് ഇനി ഞാൻ ഇലക്ഷന് നിൽക്കാല്ല. ഈ ഇലക്ഷനും ഈ ഒരു മെമ്പർ എന്നൊക്കെ പറഞ്ഞത് പണക്കാർക്ക് പറഞ്ഞ പണിയാണ്. നമ്മളെപ്പോലത്തെ പാവങ്ങൾക്കൊന്നും ഇത് പറ്റൂല. അതുകൊണ്ട് തൊപ്പിക്കൊടോളം വട്ടത്തിൽ മാസം കണ്ടാലും ഞാൻ സെർപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കാല്ല. എനിക്കും എന്റെ കുടുംബത്തോട് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഒന്നും വേണ്ട, നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. ഇനി എന്താ ഇരുന്ന് സംസാരിക്കാൻ സമാധാനപരമായിട്ട് മടുത്തുവാണ്. ഇനി എനിക്ക് വയ്യ, നിങ്ങൾ ആരേലൊക്കെ നിൽക്കി, ഞങ്ങളൊപ്പം കട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത്രയും കാലം എൻ്റെ ഒപ്പം നടക്കലൊക്കെ മുരളിയെ, അനക്ക് എൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയില്ല, പിന്നെ നാട്ടുകാർക്ക് എൻ്റെ പ്രശ്നങ്ങൾ അറിയാം. മുരളിയെ, ഇത്രയും കാലം ഞാൻ നാട്ടുകാർക്ക് വേണ്ടി, എന്നെ ജയിപ്പിച്ച നാട്ടുകാർക്ക് വേണ്ടി ഞാൻ എൻ്റെ കുട്ടികളെ കാര്യം ഇതുവരെ നോക്കിയിട്ട് അതിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് സമയമല്ല. ദയവ് ചെയ്ത് ഞാൻ ഇപ്രാവശ്യം നിങ്ങൾ ഇന്ന് ഒഴിവാക്കി, ഞാനും എൻ്റെ മക്കളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ദയവ് ചെയ്ത് ഇന്നൊന്നും ഒഴിവാക്കി. എനിക്ക് ആരോടും ഒരു പരിഭവം ഒന്നുമില്ല. നിങ്ങളൊപ്പം കട്ടക്ക് പ്രവർത്തിക്കാം. ഈ ഞാനുണ്ടാവും, ഈ അസർഫ് ഉണ്ടാവും. ദയവ് ചെയ്ത് ഇന്നൊന്നും ഒഴിവാക്കി. കട ഒരുപാടുണ്ടടാ ഈ രാഷ്ട്രീയത്തിലിറങ്ങി. അതൊന്നും ഞാൻ ഒരാളോടും പറയാതെ ജീവിച്ചതാണ്. ഇപ്രാവശ്യം നിങ്ങൾ എന്നെ ഒരിക്കലും എൻ്റെ പേര് പറയും പ്ലീസ്. കുഞ്ഞിപ്പാക്കാനോട് കുഞ്ഞിപ്പാക്കൊക്കെ എനിക്ക് വേണ്ടി ഒരുപാട് വയർപ്പൊഴിച്ച് രാത്രി ഉറക്കൊഴിച്ച ആളുകൾ എൻ്റെ കൂടെ നിന്ന ആളുകൾ. അതുകൊണ്ട് എനിക്കൊന്നും ഉണ്ടായിട്ടല്ല, ഈ ഇലക്ഷനിൽ നിന്ന് ഒരുപാട് കടങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നമ്മളില്ലേ, ഞാനറിയാം ഇത്രയും കാലം എന്നെ സ്നേഹിച്ചതിനൊക്കെ നല്ല ഒപ്പുണ്ടാവും. ഇത് എല്ലാ മെമ്പറുടെയും അവസ്ഥയല്ല, 10-ൽ ഒരാളുടേതെങ്കിലും അവസ്ഥ ഇതുപോലെ ആയിരിക്കും. നാടിനെ സേവിച്ച് ലാസ്റ്റ് കടത്തിൽ മുങ്ങി പടിയിറങ്ങുന്ന മെമ്പർ.